പറ്റൂല എന്നുണ്ടെങ്കിൽ ഈ പണി നിർത്തിപ്പോക്കോ, നമ്മള് വേറെ ആരെങ്കിലും ഈ പണി ഏൽപ്പിച്ചോളാം. ഇതാണ് യഥാർത്ഥത്തില് ട്രംപ് കുറച്ചും കൂടെ മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ നെതന്യാഹുവിനോട് പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് അപ്പാർട്ട്മെന്റുകളിൽ ഹിസ്ബുള്ള ഉണ്ടെന്നും പറഞ്ഞ് പോയി നേരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കുറെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരും കൂടെ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളത് നെതന്യാഹു നോക്കുന്നില്ല. അയാൾ കുറച്ചും കൂടെ ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറേണ്ടത്. പക്ഷെ ഞാനും നെതന്യാഹു തമ്മിൽ നല്ല ബന്ധത്തിലാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ നന്നായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണം. ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പറ. സിറിയയിൽ ആ പുള്ളിക്കാരൻ അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ളനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് സിറിയനെ ഏൽപ്പിക്കാം. ഇതാണ് ഇപ്പൊ ആക്ച്വലി നെതന്യാഹുവിന്റെ ട്രംപിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതില് അൽ ജസീറ പുറത്തുവിട്ടിട്ടുള്ള G7 ഉച്ചകോടിയിൽ ട്രംപ് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് കാണാം. Israel's fighting Hezbollah too long and too many people are being killed. And you don't have to knock down an apartment house every time you're looking for somebody. Because there are a lot of people in those apartment houses. And they're not all Hezbollah, that I can tell you. അയ്യോ, എന്റെ ട്രംപ് ഇങ്ങനെയല്ല. ഞാൻ കണ്ടിട്ടുള്ള ട്രംപ് ഇങ്ങനെ പറയൂല. എനിക്കറിയാതെ. പക്ഷെ ഇയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അതായത് ഇസ്രായേല് ഹിസ്ബുള്ളയായിട്ട് കുറെ കാലമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എല്ലാ അപ്പാർട്ട്മെന്റും ആരെങ്കിലൊക്കെ പോയി നോക്കി അവിടെ ഹിസ്ബുള്ള ഉണ്ടോ നോക്കിയിട്ട് ഈ എല്ലാ അപ്പാർട്ട്മെന്റിനും പോയി ബോംബ് ഇടുന്നൊന്നും ശരിയാവില്ല. അവിടെ കുറെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇനിയിപ്പോ നടപടിയാവുന്ന പരിപാടിയല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇസ്രായേലിന് നല്ല അടി കൊടുക്കണം കേട്ടോ ട്രംപ് സത്യത്തില്. ഇനി അടുത്തും കൂടെ കാണാം നമുക്ക്. And I suggested to Israel to let Syria take care of Hezbollah. Because to be honest with you, I think they do a better job of doing it. എന്നിട്ട് എന്താ പറയുന്നത്? ഇസ്രായേലിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ പണി നിർത്തിപ്പോക്കോ, നമുക്കത് സിറിയനെ ഏൽപ്പിക്കാം. സിറിയയിലെ പുതിയ ഭരണകൂടം ബഷാർ അൽ അസദിന് ശേഷം വന്നിട്ടുള്ള അൽഷീറിയോ അങ്ങനെ എന്തോ ആണ് ആ പുള്ളിയുടെ പേര്. പുള്ളി അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ളനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് പുള്ളിനെ ഏൽപ്പിക്കാം. നെതന്യാഹുവിന് പണി പറ്റൂല എന്നുണ്ടെങ്കിൽ നിർത്തി പൊക്കോന്നാ പറയുന്നത്. ട്രംപ് ഇങ്ങനെ ഒന്നും പറയാത്തതാണല്ലോ. ഇത് എന്ത് പറ്റി മള്ളയ്യ എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്ത് സംഗതി അറിയോ? ഈ പറയുന്ന ഇന്നലെ കൂടെ ആക്ച്വലി ഇസ്രായേല് ലെബനോനെ കയറി ആക്രമിച്ചിട്ടുണ്ട്. ഏകദേശം 7-8 പേര് കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ആ അപ്പാർട്ട്മെന്റിൽ നടന്നിട്ടുള്ള ആക്രമണത്തിന്റെ വീഡിയോസ് പുറത്തു വരികയും കൂടെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു ഫീലാണ് അത് കാണുമ്പോൾ. ഇസ്രായേൽ ഇത് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് മാത്രമല്ല നെതന്യാഹുവും എന്താ പറയാ ട്രംപും കാര്യങ്ങൾ നോക്കിക്കാണുന്ന രണ്ട് കണ്ണിലൂടെയാണ് എന്നുള്ളത് ഈ പറയുന്ന നെതന്യാഹു പറഞ്ഞിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു റിഫ്റ്റ് ഓൾറെഡി അവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇറാനോടും കൂടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇറാൻ ഈ കരാറിൽ നിന്നും പിന്മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ കരാറിൽ നിന്ന് പിന്മാറണ്ട കേട്ടോ, അവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇറാനോട് കൂടെ ഈ ചെങ്ങായി പറയുന്നതാണ് ഇപ്പൊ ഈ വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ കഴുത്തിന് പിടിച്ച് കുത്തി പുറത്താക്കണ്ടേ അവിടുന്ന്. ഈ പണി നിങ്ങൾ നിർത്തിക്കോന്ന് പറയണ്ടേ? എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യുന്നേ? അവരുടെ മണ്ണിലേക്ക് കയറിയത് കൊണ്ടാണ് ഹിസ്ബുള്ള ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നത്, അല്ലാതെ വെറുതെ വന്ന് ചൊറിഞ്ഞതല്ലല്ലോ. അപ്പോ ഇറാനും കൂടെ ഉള്ള ഒരു ഇറാനോട് കൂടെ ഇയാൾ പറയാണ്. അതായത് ഹിസ്ബുള്ളയെ കയറി ആക്രമിക്കുന്നത്, ലെബനോൻ ആക്രമിക്കുന്നതൊന്നും ഞാൻ സപ്പോർട്ട് അല്ല കേട്ടോ, അയാള് ഇൻറെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്നതാണ്, നമ്മളത് കൊണ്ട് കരാറിൽ നിന്നൊന്നും പിന്മാറണ്ട എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു സൈക്കോളജിസ്റ്റുകളെ സൈക്കാട്രിസ്റ്റുകളെ ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇറാന് ഈ പറയുന്ന ട്രംപിനെ ടാക്കിൾ ചെയ്തത് എന്നുള്ളത്. അപ്പൊ അതും കൂടെ വെച്ച് നോക്കുമ്പോൾ ട്രംപിന് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഇറാനെ എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പൊ ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ആക്ച്വലി അൽ ജസീറ പറയുന്നുണ്ട്. ലെബനോൻ അറ്റാക്കിന്റെ കുറച്ച് വീഡിയോസ് ആണ് ഇപ്പോ അൽ ജസീറ പുറത്തു വിടുന്നത്. Where 2 hours before we're signing the agreement that there was an attack in Lebanon, in Beirut. I did not like that. I let them know that. I didn't like it. അതായത് ഈ സാധനം സൈൻ ചെയ്യാൻ പോകുന്നതിന്റെ 2 മണിക്കൂർ മുന്നേ ലെബനോനിലെ ബെയ്റൂത്തിൽ പോയി ആക്രമിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല.
ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്താ? ഇറാൻ എങ്ങാനും പിന്മാറിപ്പോയാലെന്നുള്ള പേടി കൊണ്ടാണ് അത് ഇഷ്ടപ്പെടാത്തത്. അല്ലാതെ ഇസ്രായേലിനോട് ഇങ്ങേർക്ക് എന്തെങ്കിലും തരത്തിലുള്ളത് ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നില്ല. കാരണം അമേരിക്കയിൽ അത്രയും ലോബിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആക്ച്വലി ഇസ്രായേലിനുണ്ട്. അത് ഉണ്ടായിരിക്കെ പിന്നെ ഇയാൾ പേടിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറുമോ എന്നുള്ള പേടിയിലാണ് ഇത് പറയുന്നത്. അപ്പൊ അതിന്റെ അറ്റാക്കിന്റെ വീഡിയോയും കൂടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അൽ ജസീറ. Without us, without the United States, there would be no Israel. Without me, there would be no Israel, because no other president was willing to do what I did. I've had a great relationship with Bibi, but now Bibi has to be more responsible with respect to Lebanon. അതായത് ഞാനില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഇല്ല, ഇസ്രായേൽ എന്നെ ബ്ലോണപ്പ് ആയേനെന്നാ പറയണേ. അത് മാത്രമല്ല ബീബി കുറച്ചും കൂടെ ഉത്തരവാദിത്തം കാണിക്കണം, റെസ്പോൺസിബിൾ ആവണം എന്നാ പറയുന്നത്. ഒരുമാതിരി ഇറസ്പോൺസിബിലിറ്റി മറ്റേടത്തെ പരിപാടി കാണിക്കരുത് എന്നുള്ളത് കുറച്ച് മൈൽഡായിട്ട് പറഞ്ഞിരിക്കുകയാണ് ട്രംപ് എന്നുള്ളതാണ്. ഇസ്രായേലിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രായേലിന്റെ ചെയ്തികളെയും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇത്ര അധികം വിമർശിക്കുന്നുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ്. ട്രംപാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത്, ഇത്ര അധികം വിമർശനങ്ങൾ നടത്തുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അമേരിക്ക ഇറാനുമായിട്ടൊരു ഡീലിലേക്ക് പോകുമ്പോ അതിനെ നശിപ്പിക്കാനും അതിനെ പുറകീന്ന് കുത്തി അതിനെ ഇല്ലാണ്ടാക്കാനും ഇസ്രായേൽ നടത്തിയിട്ടുള്ള കഠിനമായിട്ടുള്ള ശ്രമങ്ങള് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പെന്റഗണിനെയും അതേപോലെ തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാനും വേണ്ടിയിട്ട് ഇസ്രായേൽ ചാരപ്പണി ചെയ്തതും. ട്രംപിന്റെ ബാത്റൂമിലടക്കം വിമ്മന്മാര് ചിലപ്പം ക്യാമറയും മൈക്രോഫോണും വെച്ചു എന്ന് വരും. അജാതി ചാരപ്പണി അമേരിക്കക്ക് നേരെ ആക്ച്വലി ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അമേരിക്കക്ക് ഏറ്റവും വലിയ ഹൈ റിസ്ക് ഉള്ള ഒരു സ്ഥലമാക്കിയിട്ട് യഥാർത്ഥത്തില് പെന്റഗൺ ഇസ്രായേലിനെ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഈ പറയുന്ന ഇസ്രായേലിലോട്ട് ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇസ്രായേലിലെ ഏതെങ്കിലും തരത്തിലുള്ള ഹോട്ടൽ റൂമുകളിൽ വെച്ചോ ഇസ്രായേലിൽ വെച്ചോ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ പേഴ്സണൽ ഫോണുകൾ നിങ്ങൾ ഈ പറയുന്ന ഇസ്രായേലിലോട്ട് കൊണ്ടുപോകരുത്. നിങ്ങളുടെ പേഴ്സണൽ ലാപ്ടോപ്പുകൾ നിങ്ങൾ കൊണ്ടുപോകരുത്. നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഫയർ ഫോണുകൾ കൊണ്ടുപോകണം. അതായത് ഇസ്രായേലിൽ നിന്നും തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ ആ ഫോണുകളും ആ ലാപ്ടോപ്പുകളും അവിടെ കത്തിച്ച് കളഞ്ഞിട്ടാണ് ഇവര് തിരിച്ചു വരിക. അത്ര അധികം ചാരപ്പണീനെ യഥാർത്ഥത്തില് അമേരിക്ക പേടിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള എന്നുള്ളതാണ്. അതും ഒരു കാരണമാണ് യഥാർത്ഥത്തില്. കാരണം ഇങ്ങനെ കൂടെ നിന്നിട്ട് പുറകീന്ന് കുത്തി ബാക്കിന്ന് ഒളിഞ്ഞു നോക്കുന്ന പരിപാടി ഇസ്രായേല് ഈ പറയുന്ന അമേരിക്കക്കെതിരെയും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അമേരിക്കക്ക് നന്നായിട്ട് അറിയാം. കൂടെ കിടക്കുന്നവന് രാപ്പനി നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ഇസ്രായേൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തില് അമേരിക്കക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ ട്രംപ് പറയുന്നത്. പിന്നെ ഇറാനോടും കൂടെ ഇറാൻ ഇപ്പൊ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം ഞങ്ങൾ നടത്തും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇസ്രായേൽ ഇതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ തിരിച്ചടി ഇറാന് മേലെ ആയിരിക്കത്തില്ല, അത് ലെബനോനിലെ മേലെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് അങ്ങാടി തോറ്റ അമ്മയോട് എന്നുള്ള കളിയാണ് ഞങ്ങൾ കളിക്കുക എന്നുള്ളത് ഓൾറെഡി ആര് പറഞ്ഞിട്ടുണ്ട്? ഈ പറയുന്ന നെതന്യാഹു ടീമും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത്താമിർ ബെൻഗവീർ പറഞ്ഞത് അമേരിക്കക്ക് അമേരിക്കയുടെ വഴി, ഇസ്രായേലിന് ഇസ്രായേലിന്റെ വഴി, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി പോകുന്നുള്ളതാണ്. ഇത് മാത്രമല്ല നെതന്യാഹുവിന്റെ സെക്യൂരിറ്റി മാൻ എന്ന് പറയുന്ന ഇമേജ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സെക്യൂരിറ്റി എന്നും പറഞ്ഞ് ഇതേ അവന്മാര് വരുന്നു മറ്റവന്മാര് വരുന്നു എന്നും പറഞ്ഞ് ഇസ്രായേലിലുള്ള ആൾക്കാരെ പേടിപ്പിച്ച് നിർത്തി അതിനെ വോട്ടാക്കി മാറ്റിയിട്ടാണ് ഇത്രയും കാലം നെതന്യാഹുവാണ് തലപ്പത്ത് കയറിയിരുന്നത്. അതിനും നല്ല അടി ഇപ്പൊ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. It can, and I consider that the minor war. Iran's a big one. അപ്പൊ ഇത്രയാണ് അൽ ജസീറ പുറത്തുവിട്ടിട്ടുള്ള ഈ വീഡിയോയിൽ വരുന്ന G7 ഉച്ചകോടിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് G7 ഉച്ചകോടി എന്ന് പറഞ്ഞാൽ ട്രംപ് ഏതെങ്കിലും ട്രൂത്ത് സോഷ്യലിലല്ല ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തില് കുറെ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഒരു വലിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ കൂട്ടത്തില് അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ
പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സീരിയസ്നെസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും കൂടെ കാണണം എന്നുള്ളതാണ്. അപ്പോ ഇനിയിപ്പോ നോക്കാനുള്ളത് ഇസ്രായേലും അമേരിക്കയും രണ്ടു വഴിക്ക് പോകുമ്പോ ഇത്രയും കാലം അമേരിക്ക ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരുന്ന പ്രൊട്ടക്ഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുമോ എന്നുള്ളതാണ്. അതുണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ആണെന്നുള്ളത് അറിയാം. ആ ഡീപ് സ്റ്റേറ്റിനെ തകർക്കാതെ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റിന് എന്തെങ്കിലും ഇസ്രായേലിന് എതിരായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയങ്ങൾ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്.